ഇപ്പോൾ എസ് മനോജ് ചേരുകയാണ് നമുക്കൊപ്പം, മുൻ കേരള രഞ്ജി താരം. ശ്രീ മനോജ്, ഇന്നിപ്പോൾ പ്ലേയിങ് 11 ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ താരങ്ങളുടെ പട്ടിക എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവം ദൂബെ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി ആൻഡ് ജസ്പ്രീത് ബുംറ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മാറ്റങ്ങളൊന്നും വന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ, ഇനി മറ്റൊന്നും തിരിഞ്ഞു നോക്കാനുള്ള ജയം മാത്രമായിരിക്കണം ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലേയിങ് 11 നമ്മൾ വിലയിരുത്തേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു പ്ലേയിങ് 11 ആണ്. ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ അക്സർ പട്ടേലിന്റെ ആ ഒരു പൊസിഷനിൽ വാഷിംഗ്ടൺ സുന്ദർ വന്നു എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം തന്നെയായിരുന്നു. പക്ഷേ അക്സർ പട്ടേൽ തിരിച്ച് ടീമിലേക്ക് വരും. എന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. ഇനി വല്ല നിഗിളാണോ എന്ന് അറിയില്ല. പക്ഷെ ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവരുവാനുള്ള ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് അവരുടെ ടോപ്പ് ഓർഡറിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ക്വിന്റൺ ഡീകോക്ക്, റിയാൻ റിക്കിൾട്ടനെ ഒക്കെ പോലെയുള്ള ടോപ്പ് ഓർഡർ ബാറ്റർമാർ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അതുപോലെ 2-3 പൊസിഷൻ കഴിയുമ്പോൾ ബാറ്റ് ചെയ്യുന്ന ഡേവിഡ് മില്ലറും ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ്. അപ്പൊ പവർ പ്ലേയിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു ഐഡിയയിലായിരിക്കണം വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു മാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അഭിഷേക് ശർമ്മ ഇന്നലത്തെ ഒരു പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, സൂര്യകുമാറിന്റെ വാക്കുകളിൽ അത് കൃത്യമായിരുന്നു. എന്തായാലും തിലക് വർമ്മയെ അദ്ദേഹം ഒരു റോൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ റോളിലാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയെ മാറ്റിയിട്ട് സഞ്ജു സാംസനെ ടീമിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല. അല്ലെങ്കിൽ ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെയൊന്നും ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഏകദേശം ഒരു ചാൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യക്കെതിരെ എല്ലാ ടീമുകളും ഈ പവർ പ്ലേയിൽ ഓഫ് സ്പിൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൈറ്റ് ഹാൻഡർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതും അദ്ദേഹം പറഞ്ഞത് ലെഫ്റ്റ് ഹാൻഡേഴ്സ് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ള രീതിയിലാണ്. അപ്പൊ എനിക്ക് ആ ടീമിൽ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ സൗത്ത് ആഫ്രിക്ക ടോസ് നേടി ആദ്യം തന്നെ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഇതൊരു ഫസ്റ്റ് ബാറ്റിംഗ് വിക്കറ്റ് ആണ്. ഈ അഹമ്മദാബാദിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ IPL മത്സരങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു ഫസ്റ്റ് ബാറ്റിംഗ് വിക്കറ്റ് ആണ്. ഇപ്പൊ നെതർലൻഡ്സുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ ആ ഒരു റിവ്യൂ ചെയ്ത സമയത്ത് ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞാണ് ഇതൊരു ഫസ്റ്റ് ബാറ്റിംഗ് വിക്കറ്റ് ആണെന്നുള്ളത്. ഈവൻ ഇപ്പോൾ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിലും പറഞ്ഞത് എന്താണ്, ഞാൻ ടോസ് ജയിച്ചാൽ ഞങ്ങളും ആദ്യം ബാറ്റ് ചെയ്യുകയേ ഉള്ളായിരുന്നു എന്നാണ്. കാരണം അത് അങ്ങനത്തെ ഒരു വിക്കറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഏതായാലും ഇന്ത്യ ഏറ്റവും ബെസ്റ്റ് ടീമുമായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു ടൂർണമെന്റ്, ഇതുപോലുള്ള ഒരു വലിയ ടൂർണമെന്റ്, ലോകകപ്പ് പോലുള്ള ടൂർണമെന്റിൽ 100% നമുക്ക് എപ്പോഴും എല്ലാ ബോക്സും ടിക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ 2024 ലോകകപ്പ്, വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ലോകകപ്പ് നോക്കുകയാണെങ്കിൽ അതിൽ വിരാട് കോഹ്ലിയുടെ ഒരു ഫോം എന്ന് പറയുന്നത് വലിയ കൺസേൺ ആയിരുന്നു. പക്ഷെ അവസാന മാച്ചിലേക്ക് വന്നപ്പോൾ, ഫൈനൽ മത്സരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അപ്പൊ എല്ലാ ബോക്സും ടിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഏറ്റവും മികച്ച ഒരു പ്ലേയിങ് 11 വെച്ചുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് ആ ടീമിലെ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും മാനേജ്മെന്റ് തീരുമാനിക്കുക. ഇനി ഒരു പുതിയ താരത്തിനെ അടുത്ത മത്സരങ്ങളിൽ ട്രൈ ചെയ്യാനോ ഒന്നും സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇതൊരു ഫസ്റ്റ് ബാറ്റിംഗ് വിക്കറ്റ് ആണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ചേസ് ജയിക്കില്ല എന്നുള്ള അർത്ഥമില്ല. കാരണം കൂടുതൽ മത്സരങ്ങളിലും അവിടെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ അല്ലെങ്കിൽ ക്യാപ്റ്റന്മാർ അല്ലെങ്കിൽ മാനേജ്മെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മഹേഷ്, ഓക്കെ. ശ്രീ എസ് മനോജ്, നമുക്കറിയാം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് എന്ന് പറയുന്നത് ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ ഒരു സ്ഥിരതയില്ലായ്മയാണ്. കഴിഞ്ഞ എത്രയോ മത്സരങ്ങളായി നമ്മുടെ ഓപ്പണേഴ്സ് ഒന്ന് പങ്കുചേർന്ന് ഒരു 50 റൺസിന് മുകളിൽ അടിച്ചിട്ട്, ഒരു പക്ഷേ ന്യൂസിലൻഡുമായിട്ടുള്ള പര്യടനത്തിലുള്ളൂ. ലോകകപ്പിൽ നമുക്ക് അങ്ങനെ ഒരു ചിത്രമേ നമ്മുടെ മുന്നിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് വ്യക്തിപരമായി അഭിഷേക് ശർമ്മയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയുള്ള ദിവസം കൂടിയാണ്. ഇന്നുകൂടി പരാജയപ്പെട്ടു പോയാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ ലോകകപ്പിൽ തന്നെ ഇത്ര വലിയൊരു ക്ഷീണം നമ്മൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ലല്ലോ അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ എന്താണ് ഇന്ത്യക്ക് തുടക്കത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കളോട് കുറച്ചുകൂടി വ്യക്തതയോട് ചോദിക്കാം, എന്താണ് ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ടോപ്പ് ഓർഡറിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അല്ല, ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പൊ ഓപ്പോസിറ്റ് ടീമുകൾക്ക് ഇന്ത്യയുടെ ബാറ്റർമാർ രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡർമാർ ആയതുകൊണ്ട് തന്നെ ഓഫ് സ്പിൻ ബൗളേഴ്സ് ബോൾ ചെയ്യുമ്പോൾ, ഓഫ് സ്പിൻ ബൗളിംഗ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡർമാരെ സംബന്ധിച്ചിടത്തോളം ബോൾ കുത്തിയിട്ട് പുറത്തേക്കാണ് തിരിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അടിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു റൈറ്റ് ഹാൻഡറെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫ് സ്പിൻ ബൗളർ ബോൾ ചെയ്യുമ്പോൾ ബോൾ കുത്തിയിട്ട് അദ്ദേഹത്തിന്റെ അകത്തേക്കാണ് തിരിഞ്ഞു വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിന് അടുത്തേക്കാണ് തിരിഞ്ഞു വരുന്നത്. അപ്പൊ അത് അടിച്ചകറ്റുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കാര്യമാണ്. ഇത് തന്നെയാണ് റൈറ്റ് ഹാൻഡർമാർ ഓപ്പണിംഗിലുള്ളപ്പോൾ ഒരു ലെഫ്റ്റ് ആം സ്പിന്നറെ ബോൾ ചെയ്യിപ്പിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ്.
ഇപ്പൊ നമ്മൾ ഇതിന് തൊട്ടു മുമ്പ് നടന്ന മത്സരത്തിൽ നമ്മൾ കണ്ടാണ് ദുനീത് വെല്ലാലഗെ എന്ന് പറയുന്ന ലെഫ്റ്റ് ആം സ്പിന്നറിനെ ഇംഗ്ലണ്ടിനെതിരെ മനോഹരമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം 3 വിക്കറ്റ് നേടുകയും ചെയ്തു. അപ്പൊ ഇത് 2 ഓപ്ഷനും ഉണ്ട്. അതായത് അതുകൊണ്ടാണ് ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നോർമലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ സഞ്ജുവും അഭിഷേക് ശർമ്മയാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉള്ളതെങ്കിൽ ഒരു ഓഫ് സ്പിന്നർ എയ്ഡൻ മാർക്രാമിനെ പോലെ ഒരു ഓഫ് സ്പിന്നർ ബോൾ ചെയ്യുന്ന സമയത്ത് അഭിഷേക് ശർമ്മയ്ക്ക് ഒരു സിംഗിൾ എടുത്ത് സഞ്ജുവിന് കൂടുതൽ സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ സഞ്ജുവിന് കൂടുതൽ ബോളുകൾ അടിച്ചകറ്റാൻ എളുപ്പമാണ് എയ്ഡൻ മാർക്രാമിനെ പോലെയുള്ള ഒരു ബോളറിനെ, കാരണം അദ്ദേഹം ഒരു ഓഫ് സ്പിന്നറാണ്. നേരെ തിരിച്ചൊരു ലെഫ്റ്റ് ആം സ്പിന്നർ ബോൾ ചെയ്യാൻ വരുവാണ്, കേശവ് മഹാരാജ് ബോൾ ചെയ്യാൻ വരുന്ന ഒരു സമയത്താണെങ്കിൽ അത് അഭിഷേക് ശർമ്മയ്ക്ക് കുറച്ചും കൂടെ ഈസിയാണ്, സഞ്ജുവിന് കുറച്ച്. ഇതൊരു നോർമലി ഈ ഏകദിന ക്രിക്കറ്റിലും T20 ക്രിക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കാരണം അതിന്റെ ഒരു കാര്യം, ഈ T20 ക്രിക്കറ്റിൽ നമ്മൾ എല്ലാ ബോളുകളും റൺസ് കണ്ടെത്തണം അല്ലെങ്കിൽ ആക്രമിച്ച് കളിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ടെസ്റ്റ് മത്സരങ്ങളിലൊന്നും ഇതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, അല്ലെങ്കിൽ ആ ഒരു സമയത്തൊന്നും ഇത് അങ്ങനെ പറഞ്ഞു കേട്ടിരുന്ന ഒരു സ്ട്രാറ്റജി അല്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ഇത്രത്തോളം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാ ബോളുകളിലും റണ്ണ് കണ്ടെത്തണം. റണ്ണ് വെറുതെ കണ്ടെത്തിയാൽ പറ്റില്ല, നല്ല ബൗണ്ടറികളും സിക്സറുകളും ഒക്കെ ഓരോ ഓവറിൽ മിനിമം നേടണം എന്നുള്ളത് കൊണ്ടാണ് അത് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. മഹേഷ്, ഓക്കെ. ഒപ്പം തന്നെ ശ്രീ മനോജ്, ഇപ്പം നമുക്കറിയാം തിലക് വർമ്മ, അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം മികച്ച സ്കോറുകൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ കുറേ അധികം പന്തുകൾ അദ്ദേഹം നേരിടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഒരു പക്ഷേ 100, 110 എന്നൊന്നും പറയുന്നത് ഒരു പക്ഷേ T20 ക്രിക്കറ്റിൽ അത്ര ഒരു വലിയ സ്ട്രൈക്ക് റേറ്റ് അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു വിക്കറ്റ് വീഴുന്നു, വിക്കറ്റ് വീണാൽ പിന്നീട് ആക്രമിച്ച് കളിക്കുന്നതിന് പകരം കുറെ കൂടി വിക്കറ്റ് ഭദ്രമാക്കുക, കൂടുതൽ വിക്കറ്റ് വീഴാതിരിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം എടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയിലും സ്വാഭാവികമായ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെല്ലാവരും. അതൊരു പക്ഷേ ടീം ആവശ്യപ്പെട്ടിട്ടാവാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പോലും തുടക്കത്തിൽ വേഗം കിട്ടിയില്ലെങ്കിൽ പിന്നീട് ഒരു വേഗം കുറഞ്ഞ രീതിയിൽ ഇന്ത്യ മാറുന്നു. ഒരൊറ്റ കളിയിൽ പോലും നമ്മൾ 200+ പോയിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്, അല്ലേ? അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ലോകകപ്പിൽ നമ്മൾ കളിച്ചിരിക്കുന്ന ആ ഒരു പിച്ചുകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ കുറച്ച് സ്ലോവർ സൈഡിലുള്ള പിച്ചുകളാണ്, സ്ലോ ആയിട്ടുള്ള പിച്ചുകളാണ്. എന്ന് വെച്ചാൽ ഒരുപാട് റൺസ് വരുന്ന പിച്ചുകളല്ല. ഇപ്പൊ ന്യൂസിലൻഡുമായിട്ട് ഇന്ത്യ കളിച്ച ഇതിന് തൊട്ട് മുമ്പുള്ള സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ 271ഉം 250ഉം ഒക്കെ നേടുന്നത് നമ്മൾ കണ്ടാണ്. കാരണം അത് നല്ല ബാറ്റിംഗ് ട്രാക്കുകളിലാണ് ഇന്ത്യ കളിച്ചത്. പക്ഷേ ഇവിടെ ICCയുടെ ഒരു ഇന്റർവെൻഷൻ ഉണ്ട്. അതായത് ICC ആണ് ഇവിടെ ഈ പിച്ച് എങ്ങനെ ആയിരിക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്പോട്ടിംഗ് വിക്കറ്റ് എന്നുള്ള രീതിയിലാണ് ICC ഇതിനെ കാണുന്നത്. സ്പോട്ടിംഗ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബൗളർമാർക്കും ബാറ്റർമാർക്കും ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലുള്ള വിക്കറ്റുകൾക്കാണ് സ്പോട്ടിംഗ് വിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്പോട്ടിംഗ് വിക്കറ്റ് ആണ് തയ്യാറാക്കണം എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ക്യൂറേറ്ററിന്റെ അടുത്ത് ICC കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു സ്പോട്ടിംഗ് വിക്കറ്റ് ആയിരിക്കണം, ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നല്ല രീതിയിൽ ബൗളർമാർക്കും ബാറ്റർമാർക്കും അനുകൂലമായിട്ടുള്ള പിച്ച് ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ടൂർണമെന്റ് നോക്കിയാൽ ആകെ 4-5 മത്സരങ്ങളിൽ മാത്രമാണ് 200 റൺസിന് മുകളിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്രിക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കണ്ടീഷൻസ് അല്ലെങ്കിൽ പിച്ചിന്റെ കണ്ടീഷൻ ഏറ്റവും അധികം എഫക്ട് ചെയ്യുന്ന ഒരു ഗെയിമാണ്. കണ്ടീഷൻസ് ഇത്രത്തോളം എഫക്ട് ചെയ്യുന്ന ഒരു ഗെയിം ലോകത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിച്ചിൽ കളിക്കുമ്പോൾ ഒരു 170, 180 അല്ലെങ്കിൽ 190 ഒക്കെയാണ് ഒരു പാർ സ്കോർ ആയിട്ട് ഇന്ത്യൻ ടീം കാണുന്നത്, അല്ലെങ്കിൽ എല്ലാ ടീമുകളും അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പ്ലെയർ ഒരു പവർ പ്ലേയിൽ ഒരു 2 വിക്കറ്റ് ഇന്ത്യയുടെ നഷ്ടപ്പെടുകയാണെങ്കിൽ, ഏതെങ്കിലും ആ ഒരു മിഡിൽ ഫേസിൽ സ്പിന്നർമാർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നല്ല ബാറ്റർ ആ മത്സരം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡീപ്പായിട്ട് കൊണ്ടുപോകാന്ന് പറയും മാച്ചിനെ, അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ ഒരു 125, 130 അല്ലെങ്കിൽ 150 റൺസിൽ ഓൾ ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഇന്നലെ സൂര്യകുമാർ യാദവിന്റെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, തിലക് വർമ്മ അത് ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെ ബാറ്റ് ചെയ്യാനായിട്ട് ഈ സ്ട്രൈക്ക് റേറ്റ് കുറവിൽ ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഞങ്ങൾ നിർബന്ധിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ഒരു നല്ല ബാറ്റിംഗ് ട്രാക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു പിച്ചിൽ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് തിലകിന്റെ ഒരു അപ്രോച്ച് ഇതായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതിനു മുമ്പുള്ള പല സീരീസിലും അല്ലെങ്കിൽ പല ടൂർണമെന്റ്സിലും ഒക്കെ തിലക് നല്ലപോലെ ഫാസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യുന്നതും വളരെ ഫാസ്റ്റ് ആയിട്ട് റണ്ണ് കണ്ടെത്തുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന് കഴിവുള്ള ഒരു ബാറ്ററാണ്, കഴിവില്ലാത്ത ബാറ്ററല്ല. പക്ഷെ ഇങ്ങനെയുള്ള പിച്ചിൽ കളിക്കുമ്പോൾ, കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചിൽ കളിക്കുമ്പോൾ, ഇത് എല്ലാ മാച്ചുകളും അതുപോലത്തെ പിച്ചിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പല വെന്യൂ, ഇപ്പൊ വാങ്കഡേ സ്റ്റേഡിയത്തിൽ പോലും സ്ലോ ആയിട്ടുള്ള പിച്ചാണ്. USA പോലത്തെ ഒരു ടീമായിട്ട് ഇന്ത്യക്ക് 161 റൺസേ അടിക്കാൻ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ബോളിംഗിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ടീഷനാണ്, പിച്ചിന്റെ കണ്ടീഷനാണ്. അപ്പൊ എല്ലാ മത്സരങ്ങളിലും നമ്മൾ 250 അടിക്കണം, 300 അടിക്കണം. ഇപ്പൊ ഈ ടൂർണമെന്റ് തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പൊ ട്രിവാൻഡ്രത്ത് നടന്ന ഗ്രീൻഫീൽഡിൽ നടന്ന മത്സരത്തിൽ 271 ഇന്ത്യ നേടിയപ്പോൾ, ന്യൂസിലൻഡുമായിട്ട് നേടിയപ്പോൾ നമ്മുടെ ആരാധകരുടെ ഇടയിൽ മുഴുവൻ ഉണ്ടായ ഒരു ചർച്ച എന്ന് പറയുന്നത് ലോകകപ്പിൽ ഇന്ത്യ
ഇതുപോലെയുള്ള ചെറിയ ടീമുകളായിട്ട് കളിക്കുമ്പോൾ 300 അടിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ ആരും ഈ പിച്ചിനെ പറ്റി ഒന്നും സംസാരിച്ചിരുന്നില്ല. അപ്പോ അതൊരു വലിയ ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് തിലക് വർമ്മയെ അങ്ങനെ ഒരു റോളിൽ യൂസ് ചെയ്യാനായിട്ട് ഇന്ത്യ നിർബന്ധിതരാകുന്നത്. ഇപ്പൊ ഈ മത്സരത്തിലും ഈ പിച്ചിന്റെ ഘടന അനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ തിലക് വർമ്മ ഈ ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത് നല്ലൊരു പിച്ചിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബാറ്റർ തന്നെയാണ് മഹേഷ്. ഓക്കെ.